എങ്ങനെയായിരിക്കും ഈ അൾട്രാ റിച്ച് ആയിട്ട് ഈ ബില്യനേഴ്സ് പോലത്തുള്ള ആൾക്കാരില്ലേ അവരൊക്കെ ഈ പൈസ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്? റിച്ച് ഗെറ്റ് റിച്ചർ, പോർ ഗെറ്റ് പോർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും റിച്ച് ഗെറ്റ് റിച്ചർ ആവുന്നത്? ഈ രാവിലെ തൊട്ട് 9 മണി തൊട്ട് 7 മണി വരെ ഓഫീസിലിരുന്ന് ജോലി ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവരൊക്കെ പൈസ ഉണ്ടാക്കുന്നതെന്നാണോ ആരെങ്കിലും വിചാരിച്ച് വെച്ചിരിക്കുന്നത്? എന്നാൽ അത് അങ്ങനെയല്ല. യു ആർ ബീങ് ഫൂൾഡ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇന്നലെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് എങ്ങനെ പൈസക്കാർ പൈസ ഉണ്ടാക്കുന്നു പറഞ്ഞുതരാം. നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആശാനിട്ടൊരു പോസ്റ്റാണിത്. സമയം നോക്കണം. സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ഇൻറ്റൽ കമ്പനി ഉണ്ടല്ലോ, നമ്മുടെ ഇത് പ്രോസസ്സറൊക്കെ ഉണ്ടാക്കുന്ന ഇൻറ്റൽ കമ്പനീൻ്റെ സിഇഒനെ മാറ്റണം, സിഇഒ ശരിയല്ല, അയാൾക്ക് കുറച്ച് ചൈനീസ് ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ സമയം ശ്രദ്ധിച്ചല്ലോ. ഇപ്പോൾ നമ്മൾ സമയം എവിടെ എത്തി? സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു പ്രസിഡൻറ്റ്, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് വന്നിട്ട് ഒരു കമ്പനീൻ്റെ സിഇഒ ശരിയില്ല, നിന്നെ മാറ്റും എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ കാണുന്ന ഈ ഒരു കാര്യം സംഭവിക്കും. സ്റ്റോക്ക് ഇടിയും, ഫോള് നടക്കുമ്പോൾ ആർക്ക് പൈസ കിട്ടും? ഇതിനെതിരെ ഷോർട്ട് ചെയ്ത ആൾക്കാർക്കും, പുട്ട് ഓപ്ഷൻ മേടിച്ച ആൾക്കാർക്കും, കോൾ ഓപ്ഷൻ വിറ്റ ആൾക്കാർക്കും എല്ലാവർക്കും പൈസ കിട്ടും. ഈ കാര്യം നേരത്തെ അറിഞ്ഞ് അത്രയും ക്യാപിറ്റൽ, അവർ ലിക്വിഡിറ്റി ആയിട്ട് അവരുടെ ക്യാപിറ്റലുള്ള ആൾക്കാർ, അതായത് ബില്യനേഴ്സ്. ഇപ്പോൾ ഈ കാര്യം നമുക്കറിഞ്ഞു, ഒരു റീറ്റെയിൽ ഒരു ഇൻവെസ്റ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ എത്ര തന്നെ ക്യാപിറ്റൽ ഉണ്ടാവും? കുറച്ച് കോടികളുണ്ടാവും, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു ബില്യണറിൻ്റെ കയ്യിൽ, അയാളുടെ കയ്യിൽ എത്ര ക്യാപിറ്റൽ ഉണ്ടാവും? ആ ക്യാപിറ്റൽ വെച്ച് അയാൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് ഞാനിങ്ങനെ ട്വീറ്റ് ചെയ്യാൻ പോവുകയാണ്, പോസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് ട്രംപ് ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര പൈസ ഒരു മണിക്കൂറിൽ ആ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങി ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നറിയോ? കണക്കുകളൊക്കെ ഒരുമാതിരി കണക്കുകളാണ്. അപ്പോൾ ഇതാണ് കാര്യം. ഇങ്ങനെയാണ് ഒരു പൈസ ഉണ്ടാക്കുന്നത്.